ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേരള സ്റ്റൈൽ പാലപ്പം. അപ്പം ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ളത് നമുക്ക് നോക്കാം. 2 കപ്പ് പച്ചരിയാണ് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് കഴുകി ക്ലീനാക്കി വെച്ചത്. അതൊരു അരിപ്പയിൽ വെച്ച് നല്ലോണം വെള്ളം വാർത്തെടുക്കണം. ആ പച്ചരിയിലേക്ക് നമുക്ക് 1 കപ്പ് വെന്ത ചോറ് ഇട്ട് കൊടുക്കാം. നല്ല വൈറ്റ് റൈസ് തന്നെ ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ ഈസ്റ്റ്, 2 ടീസ്പൂൺ പഞ്ചസാര, ഇവയൊന്ന് നന്നായി യോജിപ്പിച്ച് ഇളക്കി കൊടുക്കണം. നന്നായി ഇളക്കി യോജിപ്പിച്ച് ഈസ്റ്റും പഞ്ചസാരയും എല്ലായിടത്തും നന്നായി യോജിപ്പിക്കണം. 1/4 കപ്പ് നാളികേരം ചിരവിയത്, നല്ല വൈറ്റ് ആയിട്ടുള്ള നാളികേരം തന്നെ നോക്കിയെടുക്കാൻ ശ്രമിക്കണം. എന്നിട്ട് നമുക്കിത് ഇളക്കി നന്നായി യോജിപ്പിച്ചതിന് ശേഷം മിക്സി ബൗളിൽ 2 പ്രാവശ്യമായിട്ട് ഇടാവുന്നതാണ്. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് അടിച്ചത് ഒഴിച്ച് ആ മിക്സി ബൗളിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കി ഒന്ന് യോജിപ്പിച്ച് ഇളക്കി യോജിപ്പിച്ച് അത് മൂടി വെച്ച് നമുക്കൊരു 2-3 മണിക്കൂറോ 4 മണിക്കൂറോ മൂടി വെച്ചിട്ട് നമുക്ക് മാവൊന്ന് റെഡിയാവാൻ മൂടി വയ്ക്കാം. ഒരു 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ തുറന്ന് അപ്പോഴാണ് ഉപ്പിട്ട് കൊടുത്തത്. ഉപ്പിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. മാവ് ഒരു തിക്നെസ് കൂടുതലുണ്ടെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ ഉപയോഗിച്ച് റെഡിയാക്കാം. ഇനി അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് അപ്പം ചുട്ട് തുടങ്ങാം. മാവ് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. നമ്മുടെ അപ്പം ഇതാവിടെ റെഡിയായി. ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റ് അപ്പമാണ്. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.